നമസ്കാരം, ഞാൻ സെബാസ്റ്റ്യൻ. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ മറ്റൊരു പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ബലഹീനതയെ ബലമാക്കുന്നവന് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനാവൂ എന്ന് ഉദ്ഘോഷിച്ച മഹാചിന്തകനായ ദിഗനാൽസനെ സ്മരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ നെറ്റിസൺ ജേർണലിസ്റ്റ് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ബലഹീനതകൾ ഒരിക്കലും നർമ്മമായി കാണരുതെന്ന ചിന്തയും ഇതോടൊപ്പം ഓർക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ ബലഹീനതകൾ ആഘോഷമാക്കുന്ന ഇക്കാലത്ത് സ്വന്തം ബലഹീനതകൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന യാഥാർത്ഥ്യം സ്വയം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിന്നത്തെ കൗതുക ലോകത്തേക്ക് യാത്രയാകാം. എല്ലാ സുഹൃത്തുക്കൾക്കും നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ കൗതുക കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആമുഖത്തിൽ പറഞ്ഞ പോലെ ബലഹീനത ബലമാക്കുന്നവന് ജീവിത വിജയമുണ്ടെന്നത് പരമാർത്ഥമാണെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ പ്രിയ സുഹൃത്തായി മാറിയ നുഹൈമിൻ കാരാട്ട് ഇത്തവണ ആദ്യമായി പ്രതികരിക്കുന്നത്. സ്വന്തം ബലഹീനതയെ പൂഴ്ത്തിവെച്ച് മറ്റുള്ളവരുടെ ബലഹീനതയെ പരിഹസിക്കുന്ന സംസ്കാരമാണ് നമ്മുടെ ഏറ്റവും വലിയ ബലഹീനതയെന്ന് പറഞ്ഞ് നുഹൈമിൻ അയച്ചു തരുന്നത് ഒരു നായയുടെ ശാരീരിക വൈകല്യത്തെ പരിഹസിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണ്. എന്തിനേയും ഏതിനേയും ഏതു തരത്തിൽ വേണമെങ്കിലും വളച്ചൊടിക്കാമെന്നതിൻ്റെ തെളിവാണിതെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ ഉണ്ണി കാർത്തിക് ഇതിനോട് പ്രതികരിക്കുന്നത്. എന്തായാലും ഈ നായയുടെ വിഷമകരമായ സാഹചര്യത്തെ ഇങ്ങനെ പരിഹസിച്ച് കൊടുക്കേണ്ടതില്ലായിരുന്നുവെന്നും ഉണ്ണി അഭിപ്രായപ്പെടുന്നു. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നു ഒരു നായയെ താരാട്ടൂഞ്ഞാലിൽ എന്ന പോലെ ആട്ടുന്ന ഒരു കാഴ്ച. കാഴ്ചയൊക്കെ കൊള്ളാമെന്നും തെരുവ് പട്ടികളെ ഓടിക്കാൻ എല്ലാവരും ശ്രമിക്കുന്ന കാലത്ത് ഇതൊക്കെ ചെയ്ത് നായകളെ സുഖിപ്പിക്കുന്നവരെ കണ്ടാൽ ആളുകൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നുമാണ് ഇത് കണ്ട് നമ്മുടെ സുഹൃത്തായ ജോസ് ആൻ്റണി കമൻറ്റ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് ഇങ്ങനെ ആട്ടി ഉറക്കുന്ന കാഴ്ചകളാണെങ്കിൽ ചില സ്ഥലത്ത് മൃഗവേട്ടയാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് ഇയാൾ അയച്ചു തരുന്നത് ഒരു ആടിനെ അറുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ്. ആടിനെ അറുക്കുന്ന കാഴ്ചയാണെന്ന് പറഞ്ഞ് ഈ കാഴ്ച അങ്ങനെ പേടിക്കാനുള്ളതല്ല കേട്ടോ. കാണുമ്പോൾ തോന്നും ഇപ്പോൾ ഈ ആടിൻ്റെ തല വേറെ ഉടല് വേറെയാകുമെന്ന്. അതൊന്നുമല്ല ഈ ദൃശ്യത്തിൽ കാണാനുള്ളത്. ഇത് കണ്ടാൽ ഇതിന് തുനിഞ്ഞ ആൾക്ക് അങ്ങനെ തന്നെ കിട്ടണമെന്ന് ആരും പറഞ്ഞു പോകും. ഇതൊന്ന് കാണാം. മനുഷ്യർക്ക് ആടായാലും ആളായാലും തല വെട്ടാൻ വല്ലാത്ത ആഗ്രഹമുള്ള കാലമായെന്നാണ് ഇത് കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ പ്രിയ സുഹൃത്തായ നിക്സൺ മാത്യു പ്രതികരിക്കുന്നത്. തന്നെയുമല്ല എന്തിനേയും ഭക്ഷ്യവിധേയമാക്കാൻ അവൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് നിക്സൺ കാട്ടിത്തരുന്നത് ഒന്ന് കണ്ടു നോക്ക്. ഈ ദൃശ്യം കണ്ട് നെറ്റി ചുളിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇത് മത്സ്യമാണെന്ന് കരുതി കണ്ടാൽ മതി. പാമ്പിനെ ഭക്ഷിക്കാത്ത നമ്മെപ്പോലുള്ളവർക്ക് ഇത് കുറച്ച് കടന്ന കൈയായി പോയെന്ന് തോന്നുമെന്നാണ് ഇത് കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ ജാവേദ് റഹ്മാൻ കമൻറ്റ് ചെയ്യുന്നത്. യാതൊരു കൂസലുമില്ലാതെ പാമ്പിനെ മുറിക്കുന്നത് കണ്ട് താനാകെ അങ്കലാപ്പിലായെന്നും ഇയാൾ പറയുന്നു. പാമ്പിനെ തിന്നുന്നത് പോലെ പാമ്പിനും എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കണമല്ലോ എന്നും പറഞ്ഞ് ഇയാൾ കാട്ടിത്തരുന്നത് ഒരു പാമ്പ് അകത്താക്കിയ ഇരയെയാണ്. കക്കണ്ട കിടക്കട്ടെ വെയിറ്റ് പറയും.
കാല് വന്നു അത് ചത്തിട്ടില്ല കേട്ടോ. ആട് ചത്തിട്ടില്ല. ആളൊക്കെ ചത്താണ്. അതിന്റെ പല്ല് കൊണ്ടാ പണി കിട്ടുവേ. അതൊന്നും കുഴപ്പമില്ല. അപ്പൂപ്പനെ നമ്മൾ ഇറക്കത്തില്ല. ശ്യാമ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് എടുക്കാം വീഡിയോ കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്തരത്തിലുള്ളവയാണല്ലോ കാണിക്കുന്നത് എന്ന പരിഭവത്തോടെയാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ സുഹൃത്തായി മാറിയ നിഷാന്ത് കമന്റ് തുടങ്ങുന്നത്. പാമ്പിന്റെ തീറ്റയും പാമ്പിനെ തീറ്റയും കണ്ട് മുഖം ചുളിക്കേണ്ട അവസ്ഥ വന്നെന്നും നിഷാന്ത് പറയുന്നു. തൊട്ടുമുമ്പ് പാമ്പിന്റെ അകത്തുള്ള ജീവിയെ കാട്ടിത്തന്ന പോലെ ഇയാൾ കാട്ടിത്തരുന്ന ദൃശ്യം എന്താണെന്നോ, ബുൾസൈ അടിക്കാനുള്ള കോഴിമുട്ട പൊട്ടിക്കുമ്പോൾ അതിനുള്ളിലുള്ള കാഴ്ച. ബുൾസൈ ഉണ്ടാക്കുന്നവർ ഒരുങ്ങട്ടെ, അപ്പോഴേക്കും നമുക്കൊരു ഇടവേള എടുത്തിട്ട് വരാം. ബുൾസൈക്കുള്ള മുട്ട പൊട്ടിക്കുമ്പോൾ കാണുന്ന കാഴ്ച കാണാമെന്നല്ലേ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞു നിർത്തിയത്? അത് കാണാം ആദ്യം. ഇത് രസകരമായി പോയെന്നാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ സജി കമൻറ്റ് ചെയ്യുന്നത്. എന്നാലും ഇത് വിശ്വസനീയമല്ലെന്നും ഇയാൾ പറയുന്നു. കോഴിമുട്ട വിരിഞ്ഞ ഉടനെയുള്ള കോഴിക്കുഞ്ഞിൻ്റെ ഓമനത്വവും കോമളത്വവും കൊള്ളാമെന്നും വലുതായാൽ ഇവ കേമന്മാരാകുമെന്നും പറഞ്ഞ് ഇയാൾ അയച്ചു തരുന്നത് ഒരു പൂവൻ കോഴി ഒരു നായയെ ഓടിപ്പിക്കുന്ന കാഴ്ചയാണ്. ഒരു കോഴിയെ പേടിച്ചോടിയ നായകളുടെ വംശത്തിന് തന്നെ അപമാനമാണെന്നാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ സന്തോഷ് കുമാർ കമൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഉപദ്രവകാരികളായ തെരുവ് പട്ടികൾ ഇതുപോലെയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്നും ഇയാൾ പറയുന്നു. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നത് ഒരാൾ ഒരു തെരുവ് പട്ടിക്ക് നൽകുന്ന പ്രഹരമാണ്. നക്ഷത്രം എണ്ണി കാണും ആ പട്ടി. വസ്ത്രങ്ങൾ തല്ലി അലക്കുന്ന പോലെ അയാൾ ആ പട്ടിയെ തല്ലുന്നത് കണ്ടപ്പോൾ അത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നിയെന്ന് പറയുകയാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ പ്രിയ സുഹൃത്തായ റൂഷി കെ ജോർജ്. നായകളുടെ ഉപദ്രവത്തെക്കുറിച്ച് അറിയുമ്പോഴും ഓർക്കുമ്പോഴും ഇതൊന്നും പോരെന്നും തോന്നിയെന്നും ഇയാൾ പറയുന്നു. എന്നാൽ നായകളുടെ ചില നേരം പോക്കുകളും കുസൃതികളും കാണുമ്പോൾ അവയോടുള്ള പ്രതിപത്തി കൂടുമെന്നും പറഞ്ഞ് ഇയാൾ ഷെയർ ചെയ്യുന്നു ഒരു നായ്ക്കൂട്ടം കാണിക്കുന്ന പ്രകടനം.
കാഴ്ച രസാവഹമായിരുന്നുവെന്നാണ് ഇത് കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ ഇഷ്ടക്കാരനായ നിജിലിൻ്റെ പ്രതികരണം. എത്ര ഉറുമയോടെയാണ് ഇവ യാതൊരു താളപ്പിഴയും കൂടാതെ ഈ അഭ്യാസം കാണിക്കുന്നതെന്നും നിജിൽ അത്ഭുതപ്പെടുന്നു. എന്തായാലും മൃഗങ്ങൾക്കിങ്ങനെ ഒത്തൊരുമ മാത്രമല്ല ഉള്ളതെന്നും പറഞ്ഞ് ഇയാൾ കാട്ടിത്തരുന്നു 2 കങ്കാരുകൾ തമ്മിലുള്ള പോരാട്ടം. ഇവയുടെ വഴക്ക് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നിയെന്നാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ പ്രിയ സുഹൃത്തായ സുനിൽ നായർ കമൻറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു കാഴ്ച ആദ്യമായാണ് താൻ കാണുന്നതെന്നും മനുഷ്യരെ പോലെ ഇവ വഴക്കടിക്കുന്നത് കണ്ടപ്പോൾ രസിക്കണോ വിഷമിക്കണോ എന്ന ശങ്ക വന്നതായും ഇയാൾ പറയുന്നു. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നത് 2 മനുഷ്യർ തമ്മിൽ വഴക്കടിക്കുന്ന കാഴ്ചയാണ്. കുടിച്ച് മതോന്മത്തരായാണ് ഈ വഴക്കടിക്കൽ എന്ന് മാത്രം. വല്ലവരുടെയും വഴക്കിടൽ കണ്ട് രസിക്കേണ്ടെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ സെറിൻ ഇത് കണ്ട് പ്രതികരിക്കുന്നത്. പക്ഷേ കുടിയന്മാരുടെ വഴക്കിടൽ കാണാൻ രസകരമായെന്നും ഇയാൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. നേരത്തെ ആരോ പറഞ്ഞ പോലെ മനുഷ്യർ മാത്രമല്ല ഇത്തരത്തിൽ വഴക്കാളികളെന്നും പറഞ്ഞ് സെറിൻ കാട്ടിത്തരുന്നത് എന്താണെന്നോ 2 കലമാനുകൾ തമ്മിൽ വഴക്കടിച്ച് കൊമ്പുടക്കി കിടക്കുന്ന കാഴ്ച. ആ കാഴ്ച കാണും മുമ്പ് ഒരു ഇടവേള എടുത്തിട്ട് വരാം. കലമാനുകൾ വഴക്കടിച്ച് കൊമ്പുടക്കി കിടക്കുന്ന കാഴ്ച കാണിക്കാമെന്നല്ല ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ കാഴ്ച കണ്ടിട്ടാകാം അടുത്ത കാഴ്ചകളിലേക്ക്. ഇതാണല്ലേ ഈ കൊമ്പുകോർക്കൽ എന്ന് പറയുന്നത് എന്നാണ് ഇത് കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ ഉത്തമ സുഹൃത്തായ ശ്രീജയുടെ പ്രതികരണം. പരസ്പരം വഴക്കടിച്ച് കിടക്കുന്ന കലമാനുകളെ തമ്മിൽ വേർപെടുത്താൻ ശ്രമിക്കുന്ന ആൾക്കും അവ കുതറിയോടുമ്പോൾ ഉണ്ടാകാൻ ഇടയുള്ള അപകടത്തെ അവഗണിച്ച് അവയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളെയും അനുമോദിക്കണമെന്നും ഇതോടൊപ്പം ഇവർ പറയുന്നു. എന്നിട്ട് ഇവർ കാട്ടിത്തരുന്നു ഒരു കുട്ടിയെ വഴക്ക് പറയാനും അടിക്കാനും സമ്മതിക്കാതെ കുരച്ച് ബഹളം വയ്ക്കുന്ന ഒരു നായയെ.
ಮತ್ತ ಅವ ಮನಿ ಬಿಟ್ಟು ಹೊರಗೆ ಹೋಗ್ತಾನ ಮತ್ತ ನಿನಗ ഈ നായയ്ക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം കണ്ടപ്പോൾ നായയോട് പാവം തോന്നിയെന്ന് പറഞ്ഞാണ് ഇത് കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സ്ഥിരം ചങ്ങാതിയായ നരേന്ദ്രൻ നായർ പ്രതികരിക്കുന്നത്. പൊതുവെ നന്ദിയുള്ള നായകളെ ചിലർ ഇകഴ്ത്തി പറയുന്നത് എന്തിനാണെന്ന് തനിക്ക് എപ്പോഴും സംശയമാണെന്നും ഇയാൾ കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നത് ഒരു നായ കുസൃതി കാട്ടി തൊഴി വാങ്ങുന്ന കാഴ്ചയാണ്. ആ നായ്ക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞാണ് നമ്മുടെ പ്രിയ സ്നേഹിതൻ സനു കാണത്ത് കമൻറ്റ് തുടങ്ങുന്നത്. നമ്മൾ ബുദ്ധിയില്ലാത്തവരെ കഴുത എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇതിലെ കഴുത നല്ല ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാണ് അതിനെ തൊഴിച്ചതെന്നും ഇയാൾ പറയുന്നു. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നത് മനുഷ്യർ തമ്മിൽ വഴക്കടിക്കുമ്പോൾ ദേഷ്യം തീർക്കാൻ ചെയ്യുന്ന ഒരു കാര്യം. പണിയെടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും കൃത്യവിലോപം കാട്ടിയതിന് മേലധികാരി വഴക്ക് പറഞ്ഞതിന് ചെയ്ത പ്രവൃത്തിയായിരിക്കും ഇതെന്നാണ് ഈ കാഴ്ച കണ്ട് നമ്മുടെ നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ ആൽബിൻ തമ്മനം പറയുന്നത്. അയാൾ വന്നിറങ്ങിയ കാർ നിമിഷ നേരം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയത് എന്തായാലും കഷ്ടമായെന്ന് പറഞ്ഞ് പരിതപിക്കുന്നുമുണ്ട് ആൽബിൻ. എന്നിട്ട് ആൽബിൻ കാട്ടിത്തരുന്നു ഒരാളെ സഹായിക്കാമെന്ന് കരുതിയ 2 പേർക്ക് പറ്റിയ അമളി. ഈ കാഴ്ചയോടെ ഇത്തവണത്തെ നെറ്റിസൺ ജേർണലിസ്റ്റ് നമ്മൾ സൈൻ ഔട്ട് ചെയ്യുകയാണ്. നെറ്റിസൻ്റെ ഇഷ്ടക്കാരും കാഴ്ചക്കാരുമായ പ്രേക്ഷകരാണ് ഈ പരിപാടിയെ വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾ അയക്കുന്ന ദൃശ്യങ്ങളുമാണ് ഈ പരിപാടിയുടെ മാറ്റുകൂട്ടുന്നത്. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇമെയിൽ ID netizenjournalist@jeevan.tv. നിങ്ങളുടെ പക്കലുള്ള ദൃശ്യങ്ങൾ വാട്സാപ്പ് വഴി ഞങ്ങൾക്ക് അയച്ചു തരിക. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ അയക്കുന്ന എല്ലാ ദൃശ്യങ്ങളും ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ദൃശ്യങ്ങൾ പരസ്പരം വിഷയബന്ധിതമാക്കുന്നതുകൊണ്ട് എല്ലാ ദൃശ്യങ്ങളും ഒരുമിച്ച് കൊടുക്കുക പ്രായോഗികമല്ലെന്നും ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.